ഹലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾ തലേദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പോൾ ഇതാ പുറത്ത് നല്ല മഴക്കാറ് മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പെട്ടെന്ന് മൈലാഞ്ചി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഈ സിങ് കൊണ്ടാട്ടോ ഞാൻ എപ്പോഴും മൈലാഞ്ചി ഇടാറ്. എനിക്കിതുകൊണ്ട് നല്ല കളറൊക്കെ കിട്ടും, അതുപോലെ കുറേ ദിവസം നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കയ്യിൽ ഈ മൈലാഞ്ചിയാണ് ഇടാറ്. അങ്ങനെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഞാൻ മൊബൈലിൽ നോക്കിയിട്ടാട്ടോ, മൊബൈലിൽ ഒരു പിക്ചർ ഉണ്ട്, അത് നോക്കിയിട്ടാണ് ഇടാറ്. അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനെയാണ് മൈലാഞ്ചി ഇടാനിരുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ അത് കംപ്ലീറ്റ് ആവാറായിക്കണു. പക്ഷേ ഫോണിലുള്ളത് ഒരു പിക്ചറും ഞാൻ ഇട്ടപ്പോൾ വേറൊരു പിക്ചറും ആയി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് മാറ്റാൻ നിന്നില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ടോ. ഇതാ ഇപ്പോൾ കംപ്ലീറ്റ് ആയപ്പോൾ ഇതാ ഇങ്ങനെയാണ്. കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നി. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ ഇതാ നല്ല ഇടിവാളൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു, മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വേഗം താഴത്ത് പോയപ്പോൾ ഇത് അമ്മ കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിച്ചെറുക്കന് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അവനക്ക് രാവിലെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് പോളിയോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേദനയുണ്ട് അവന് കുറേ നേരമായിട്ട് നല്ല കരച്ചിലായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഇതാ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയും ഇടിയൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് ഒരു മഴ പെയ്തപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് ചൂടിനൊക്കെ. അപ്പോൾ കൽത്തപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിതുപോലെ കനം കുറച്ചിട്ടുള്ള കൽത്തപ്പാട്ടോ ഒത്തിരി ഇഷ്ടം. ചിലർ നല്ല കട്ടിയിലൊക്കെ ഉണ്ടാക്കും, അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെ കനം കുറച്ചുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇത് അമ്മ ചായ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടിയുടെ അടുത്തേക്ക് പോയപ്പോൾ അവൻ പിന്നെ കരഞ്ഞ് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വേദന ഉണ്ട് കാലിന്. അപ്പോൾ അങ്ങനെ കുറേ നേരം കരഞ്ഞതിന് ശേഷം അവൻ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് അനിയൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ എനിക്ക് കുപ്പി തന്നിട്ടോ. എനിക്ക് ഇങ്ങനത്തെ കുപ്പി ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ചെടി ബോട്ടിൽ ആർട്ട് ചെയ്യാനൊന്നല്ല കേട്ടോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനത്തെ കുപ്പിയിൽ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അവനത് കൊണ്ടുവന്നപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കി വെക്കട്ടെ എന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു ഞാൻ. പിന്നെ കുട്ടികൾക്കൊക്കെ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഓരോരുത്തരായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മറ്റോൾക്ക് ആദ്യം വേണമെന്ന് പറഞ്ഞിട്ടില്ല, വാശിയാണ് ഓൾക്ക്. അങ്ങനെ ഓൾക്ക് രണ്ടാൾക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കൽ കഴിഞ്ഞപ്പോൾ അത് ഒപ്പം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി അരിയും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ വൈകുന്നേരം അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലേക്ക് അത്രയ്ക്ക് പണിയില്ലല്ലോ എന്ന് വിചാരിച്ചു അതൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി.